മുനമ്പം വരെ 25 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏതാണ്ട് 30,000-ലേറെ വരുന്ന വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യത്വമുള്ള മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ഒരു ഒത്തുചേരലാണ് ഇന്ന് ഈ വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള 25 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ റോഡിന്റെ വശങ്ങളിൽ സംഭവിച്ചത്. പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനൊരു മനുഷ്യച്ചങ്ങളുടെ സാങ്കത്യം എന്താണ്? തീർച്ചയായും കേരള സർക്കാർ മുനമ്പം ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള, ന്യായത്തിന് വേണ്ടിയുള്ള, റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഈ ധർമ്മസമരം അത് നീതിയുള്ളതാണ്, ന്യായമുള്ളതാണെന്ന് മനസ്സിലാക്കി ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയുവാനും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും വേണ്ടി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കേരള സർക്കാരിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ ഈ കമ്മീഷനിൽ, CN രാമചന്ദ്രൻ കമ്മീഷനിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ഈ ഫെബ്രുവരി മാസം അവസാനത്തിന് മുമ്പ് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഇവിടെ വരികയും കമ്മീഷൻ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. വലിയ സന്തോഷത്തോടെയാണ് ഈ വാർത്തയെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. ഇതിനു മുമ്പും ഇവിടെ പല കമ്മീഷനുകളും പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് മുന്നിൽ, ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് JB കോശി കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കുവാൻ, വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ക്ഷേമ സംബന്ധമായ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി ജസ്റ്റിസ് JB കോശിയുടെ നേതൃത്വത്തിൽ ഒരു 3-അംഗ കമ്മീഷൻ വയ്ക്കുകയുണ്ടായി. ആ കമ്മീഷൻ വിശദമായി പഠിക്കുകയും 284 കമ്മീഷനുകൾ, 284 ശുപാർശകൾ കേരള സർക്കാരിന് മുന്നിൽ, കേരള സർക്കാരിന്റെ 33 വകുപ്പുകളുടെ മുമ്പിൽ വെച്ചിട്ട് 2023 മെയ് മാസം 17-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് കേരള സർക്കാർ മുന്നിൽ സമർപ്പിച്ചത്. 1 വർഷവും 7 മാസവും പൂർത്തിയായിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടുവാനോ കമ്മീഷൻ നിർദ്ദേശിച്ച 284 ശുപാർശകളിൽ ഒന്നുപോലും നടപ്പിലാക്കുവാനും നാളെ വരെ സന്നദ്ധരായിട്ടില്ല. JB കോശി കമ്മീഷനെ സർക്കാർ തമസ്കരിച്ചതുപോലെ, അവഗണിച്ചതുപോലെ, കോൾഡ് സ്റ്റോറേജിൽ വെച്ചതുപോലെ ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന്റെയും റിപ്പോർട്ടിനെ കോൾഡ് സ്റ്റോറേജിൽ വെക്കരുത് എന്നുള്ള എളിയൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. ഞങ്ങൾക്ക് ഈ സർക്കാരിൽ പ്രത്യാശയുണ്ട്. സർക്കാർ സത്വരമായി ഇടപെടുകയും നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടിയുള്ള ഈ ജനതയുടെ ധർമ്മസമരത്തെ മനസ്സിലാക്കുകയും എത്രയും വേഗം ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി 30,000-ലേറെ ജനങ്ങൾ ഇന്ന് ഈ മനുഷ്യച്ചങ്ങലയിൽ കൈകോർത്തത്.